ഹബീബായ നബി തങ്ങൾ ഹക്കിടപാടുകൾ സൂക്ഷിക്കാൻ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനാസ നിസ്കരിക്കാൻ പോകുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നടക്കാൻ പോകുമ്പോഴാണ് കടബാധ്യതയുണ്ട് എന്നറിയുന്നത്. തങ്ങൾ തിരിച്ചുപോയല്ലോ, നബിയെ അങ്ങെന്താ നിസ്കരിക്കാത്തത്, അങ്ങെന്താ നബിയെ നിസ്കരിക്കാൻ വിസമ്മതിക്കുന്നത്? ആ മനുഷ്യന്റെ ബാധ്യത നിർവഹിക്കപ്പെടാതെ എനിക്ക് നിസ്കരിക്കാൻ സാധ്യമല്ല. സ്വഹാബികൾ ഏറ്റെടുക്കുകയായി, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു നബിയെ, ഞാൻ വഹിച്ചുകൊള്ളാം. എന്നിട്ടാണ് നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചത് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാം. ഹക്കിടപാടുകൾ പരലോകത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ومن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء. പരിശുദ്ധ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്ന പ്രകാശത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി ആർക്കെങ്കിലും കൊടുത്താൽ യശ്റഹ സദ്റഹു ലിൽ ഇസ്ലാം, ഹൃദയത്തിന് വിശാലത വരും. അവർ ചോദിച്ചു, നബിയേ വമാ ശർഹു സ്വദ്രി യാ റസൂലല്ലാഹ്, ഹൃദയം വിശാലമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സത്യവിശ്വാസികളുടെ ഒരു ലക്ഷണം ഇതാണ്, ഹൃദയം വിശാലമാകും. ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء. ആകാശത്തിലേക്ക് കുത്തനെ ഉയർത്തപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സഫോക്കേഷൻ പോലെ, ശ്വാസതടസ്സം പോലെ അല്ലാഹു ഹൃദയം സങ്കുചിതമാക്കും. അല്ലാഹു പഴപ്പിച്ചവർക്ക് ഖൽബ് സങ്കുചിതമാണ്. യസ്അദു ഫിസ് സമാ, അത് വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളുടെ ഒരു ഇജാസ് അവിടെയുണ്ട്. സ്വഇദ എന്ന് പറയുന്നത് നേരെ കയറുന്ന കയറ്റത്തിനാണ്. ആകാശ ലോകത്തേക്കുള്ള യാത്രയെ അല്ലാഹു ഉപയോഗിച്ചത് സ്വഇദ എന്ന വാക്കുകൊണ്ടല്ല, മിഅ്റാജ്. തഅറുജുൽ മലായിക, മിഅ്റാജ്. അല്ലാഹുവിന്റെ റസൂലിന് അറജ, നബി തങ്ങളെ മിഅ്റാജ് കൊണ്ടുപോയി എന്നാണ്. അറജ എന്ന വാക്ക് കുത്തനെയുള്ള സിഗ്സാഗായി പോകുന്ന യാത്രക്കാണ് അറജ എന്ന അറബിയിൽ പറയുന്നത്. ആകാശ ലോകത്തേക്ക് അല്ലാഹു സംവിധാനിച്ച ഗ്രാവിറ്റി കൊണ്ട് കുത്തനെ ഒന്നിനും സഞ്ചരിക്കാൻ കഴിയില്ലെന്നാണ്. ഏത് സ്പേസ് വാഹനവും സ്പേസ് ഷട്ടിലും സഞ്ചരിക്കുന്നത് വളഞ്ഞു പൊളഞ്ഞുകൊണ്ടാണ്. കുത്തനെ ഒരു ലിഫ്റ്റിനെ നമ്മൾ മിസ്അദ് എന്ന് പറയാം. ആ പോകുന്ന രീതിയിൽ കയറുന്ന സമയം മനുഷ്യന് സഫോക്കേഷൻ അനുഭവപ്പെടും. അതുപോലെ ശ്വാസ തടസ്സം അനുഭവിക്കുന്ന പോലെ ഖൽബ് സങ്കുചിതമാണ്. എന്നാൽ അല്ലാഹു സന്മാർഗം കൊടുത്തവരോ ഹൃദയം വിശാലമാണ്. അവർ ചോദിച്ചു, നബിയേ വമാ ശർഹു സ്വദ്രി യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഹൃദയം വിശാലമാവുക എന്ന് പറഞ്ഞാൽ? ഹബീബിന്റെ മറുപടി വന്നു അത്തജാഫി അൻ ദാരിൽ ഗുറൂർ والإنابة إلى دار الخلود والاستعداد للموت قبل نزول الموت. മരണം ആസന്നമാകുന്നതിന്റെ മുമ്പേ ഒരുങ്ങി നിൽക്കുന്നവർ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. ചെറുപ്പക്കാരൊക്കെ യാത്രയുമായി ബന്ധിപ്പിച്ച് അത് അനുഭവിക്കാൻ പറ്റും. വിസ വന്നാ പോകാം, അങ്ങനൊക്കെ ഒരു നിർത്തണ്ടല്ലോ നാട്ടില്. ഒരു പണിയും ചെയ്യാതെ അങ്ങ് നിൽക്കുകയാണ്, എന്തേ ഞാൻ വിസ കാത്തിക്കാൻ, വന്നാ പോകാം. അതിന് വരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അജൽ വന്നെത്തുമോ നമ്മൾ അറിഞ്ഞോ? ഒരു ലുഖ്മത്ത് വായിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും എനിക്ക് മരണം സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഇസ്തിഅദാദു ലിൽ തജാഫി അൻ ദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീടിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സുഖം ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ പ്രസ്യൂട്ട് ഓഫ് പ്ലഷർ, മനുഷ്യൻ ആനന്ദത്തിന്റെ പിന്നാലെ നടക്കുന്ന ഈ ഓട്ടം അപകടകരമാണ്. അത്തജാഫി അൻ ദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീട് എന്ന് വിശുദ്ധ ഹദീസുകളിൽ കാണുന്നത് ഈ ലോകത്തെ നമ്മുടെ അനുഭവമാണ്. ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇത് ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം. ഇതുകൊണ്ട് ആഖിറം നേടാനല്ല. വൽഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്, ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. വൽഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബ്ല നുസൂലിൽ മൗത്ത്, മരണം ആസന്നമാകുന്നതിന്റെ മുമ്പേ മരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇത് മൂന്നും സത്യവിശ്വാസികളുടെ അടയാളമാണ്. അല്ലാഹു നമുക്കത് തരട്ടെ.
ആ ലക്ഷണം അള്ളാഹു നമ്മളിൽ കാണിച്ചു തരട്ടെ. അങ്ങനെ ഒരു ഒരുക്കം അള്ളാഹുവിന്റെ റസൂലും അനുയായികളും ഒരുങ്ങി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. വല്ലാത്ത ഒരു ഒരുക്കം, അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം. നബി ഞങ്ങളത് കണ്ടുകൊണ്ട് പറഞ്ഞു, ആയിഷ, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹ്. ആയിഷ ബീവി, ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമാണെങ്കിൽ അവർക്ക് അല്ലാഹുവിനെ അവരെ കാണാനും ഇഷ്ടമാണ് ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, അയ്യുനാ യുഹിബ്ബുൽ മൗത യാ റസൂലല്ലാഹ് കുല്ലുനാ നക്റഹുൽ മൗത്ത്. നബിയേ, ആർക്കാണ് നബിയേ മരണം ഇഷ്ടമാവുക? ഞങ്ങൾക്കൊക്കെ മരണം വെറുപ്പാണല്ലോ നബിയേ. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അവരെ കാണാൻ അല്ലാഹുക്കും വെറുപ്പാണത്രേ. നബിയേ, ഞങ്ങൾക്ക് മരണം വെറുപ്പായതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ വെറുക്കുമോ എന്ന് പരിശുദ്ധ ഹബീബിനോട് ചോദിക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ, അതല്ല ഇതിനർത്ഥം, അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനർത്ഥം അതല്ല. മരണം ആസന്നമാകുമ്പോൾ സ്വർഗത്തിന്റെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. പോരുന്നില്ലേ, ഇങ്ങോട്ട് പോരുന്നോ എന്ന് ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പോരുകയാണ്, ഞാൻ പോരുകയാണ് എന്ന് മുഅ്മിനായ മനുഷ്യൻ പറയുന്ന ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം. ആ ആഗ്രഹമുള്ളവരെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമാണ്. ദുർമാർഗികളായ ആളുകളെ കൊണ്ടുപോകുമ്പോ അവർക്ക് അവരുടെ മഖഅദ് മിനന്നാർ, നരകത്തിലേക്ക് പോകുന്ന അനുഭവം അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഞാനില്ല എന്ന് പറയുന്നവരെ അല്ലാഹുവിനും കാണാൻ വെറുപ്പാണ് ആയിഷ. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ ഹബീബിന് തലവേദന വന്നു. ഹബീബായ നബി ഞങ്ങൾക്ക് പനിക്കാൻ തുടങ്ങുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിശക്തമായ പനി വരുന്നുണ്ട്. ശക്തമായ പനി ബാധിച്ച് ഒരു അൻസ്വാരിയുടെ ജനാസ മറവ് ചെയ്ത് ഹബീബായ തങ്ങളുടെ ഹുജറത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ലോകത്തോട് യാത്ര പറയുന്ന അവസാനത്തെ ഹബീബിന്റെ യാത്ര, ആലമുൽ ബർസഖിലേക്കുള്ള യാത്ര. അവിടുത്തെ ഹുജറത്തിലേക്ക് ആയിഷ ബീവിയുടെ അരികത്തേക്ക് വന്നപ്പോൾ പനി കൊണ്ട് വിറക്കുന്നുണ്ട്. കാരുണ്യത്തിന്റെ തിരുകെ കേന്ദ്രമായ അല്ലാഹുവിന്റെ റഹ്മത്തുൽ മുഹ്ദാ, അർറഹ്മത്തുൽ മുഹ്ദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി ബാധിച്ച് റൂമിലേക്ക് കടക്കുമ്പോൾ ആയിഷ ബീവിയുണ്ട്. ഒരു തുണിക്കഷ്ണം നനച്ച് നെറ്റിയിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നു. നബിയേ, എനിക്ക് തലവേദനയുണ്ട് നബിയേ, പനിയുണ്ട് നബിയേ, എനിക്ക് പനിയുണ്ട്, എനിക്ക് വേദനയുണ്ട്. അപ്പൊ ആയിഷ ബീവിക്കും തലവേദനയാണ്, അല്ലാഹുവിന്റെ റസൂലിനും തലവേദനയുണ്ട്. ആ വേദന ലോകത്തോട് യാത്ര പറയാനുള്ള ഒരു തുടക്കമായിരുന്നുവെന്ന് സ്വഹാബത്ത് പോലും നനച്ചിരുന്നില്ലല്ലോ. നബി തങ്ങൾ ആ നേരത്തൊരു ചെറിയ തമാശ പറഞ്ഞൊരു കുസൃതി തമാശ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ മാ യദുറുക്കി, നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ ആയിഷ? ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിക്കുകയും നിങ്ങളെ ഞാൻ കുളിപ്പിക്കുകയും നിങ്ങളെ ഞാൻ മറവു ചെയ്യുകയും നിങ്ങൾക്ക് ഞാൻ ജനാസ നിസ്കരിക്കുകയും നിങ്ങളുടെ ഖബർ ഞാൻ എന്റെ കൈ കൊണ്ട് മൂടി വെക്കുകയും ചെയ്താൽ വല്ല കുഴപ്പവുമുണ്ടോ ആയിഷ ബീവി എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു തമാശ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, 18 വയസ്സാണായത്. മുത്ത് ഹബീബിന് വലിയ പ്രായമായിട്ടല്ല, 63 വയസ്സായുള്ളൂ. ആലമുൽ ബർസഖിലേക്കുള്ള വിളി വന്നിരിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. നബിയേ, അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ചുവല്ലോ നബിയേ. മക്ക ഫതഹായല്ല നബിയേ, ആളുകൾ ഫൗജുകളായി ദീനിൽ വന്നുവല്ലോ നബിയേ. ഇനി അങ്ങ് ഇസ്തിഗ്ഫാർ പതിവാക്കിയേക്കണം, തസ്ബീഹ് പതിവാക്കിയേക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ഹബീബ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്. ആയിഷ ബീവിയോടാ പറയുന്നത്, ബീവി, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിച്ചാൽ വല്ല കുഴപ്പവുമുണ്ടോ ആയിഷ ബീവി? എന്നിട്ട് നിങ്ങളെ ഞാൻ കുളിപ്പിക്കാം, ഞാൻ നിങ്ങളെ കഫൻ ചെയ്യാം, ഞാൻ നിങ്ങളെ ഖബറിൽ ഇറക്കി വെക്കാം, നിങ്ങൾക്ക് ഞാൻ നിസ്കരിക്കാം, നിങ്ങളെ മറവു ചെയ്യാം, വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി വന്നു, എന്നിട്ട് വേണമല്ലേ നബിയേ എന്റെ കൂടെ കഴിയുന്ന രാത്രി മറ്റു ഭാര്യമാരുടെ കൂടെ പോകാനല്ലേ നബിയേ നിങ്ങളുടെ മോഹം?
വേദനിച്ച് തലവേദന വന്ന് വിറക്കുന്ന നബി ആയിഷ ബീവിയോട് എന്താ പറഞ്ഞത്? ആഹാതൂനി അൽ ഫിറാഷ്, ഒരു വിരിപ്പ് തരൂ, എനിക്ക് വിരിപ്പ് തരൂ എന്നല്ലാതെ ആയിഷ ബീവിയുടെ ഈ മറുപടിക്ക് ഒന്നും മറുപടി പറയാതെ ഒരു വിരിപ്പ് തരൂ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ നബിയിൻ, ഏതൊരു നബിയും ഈ ലോകത്തോട് യാത്ര പറയും മുമ്പ് രണ്ട് ചോയ്സ് അല്ലാഹു നൽകാറുണ്ട്. ഇവിടെ നിൽക്കണോ, എന്റെ അരികത്തേക്ക് പോരേണമോ? ഞാൻ അല്ലാഹുവേ നിന്റെ അരികത്തേക്ക് പോരാൻ ആഗ്രഹിക്കുന്നു. അർറഫീഖൽ അലാ, അർറഫീഖൽ അലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം തരണേ അല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് അവസാനം പറഞ്ഞ വാക്കുകൾ. അർറഫീഖൽ അലാ. ആയിഷ ബീവിയുടെ റൂമിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരികയായി. സുബ്ഹി നിസ്കാരം നടക്കാൻ പോകുന്നു. സ്വഹാബിമാർ സഫ്ഫ് സഫായി അവര് സുബ്ഹി നിസ്കാരത്തിന് ഹബീബിനെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുമെന്ന് തന്നെ അവര് പ്രതീക്ഷിച്ചു. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. തലയിലും താടിയിലുമായി 17 രോമങ്ങളല്ലേ നരച്ചിട്ടുള്ളൂ. അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ താടി രോമത്തിലേക്ക് നോക്കി പറഞ്ഞുവല്ലോ, നബിയേ, ഞങ്ങളാർക്കും നരബാധിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾക്ക് നരബാധിച്ചുവല്ലോ നബിയേ. ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, സൂറത്ത് ഹൂദും അതിന്റെ പരിസരത്തുള്ള സൂറകൾ അതിന്റെ ആശയമാണ് എനിക്ക് നരവരാൻ കാരണമെന്ന് മുത്തുനബിയുടെ മറുപടി. വമാ ശയ്യബക മിൻഹാ യാ റസൂലല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, നബിയേ, ഈ സൂറകളിൽ എന്താണ് അങ്ങേക്ക് നരബാധിക്കാൻ മാത്രം അതിശക്തമായ ആശയം കിട്ടിയത് എവിടെ നിന്നാണ്? ഖൗലുഹു തആല, ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്. അല്ലാഹു എന്നോട് പറഞ്ഞല്ലോ, ഫസ്തഖിം കമാ ഉമിർത്. എന്താണോ നബിയെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിക്ക് നിൽക്കണേ, നേർവഴിക്ക് നിൽക്കണേ എന്ന അല്ലാഹുവിന്റെ ആ വാക്ക് എനിക്ക് വളരെയധികം ഭാരമായിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ടാണ് എനിക്ക് നരബാധിച്ചതെന്ന് ഉച്ചകൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കലാണ് സിദ്ദീഖ് എന്നവരെയും ഉമറുൽ ഫാറൂഖ് എന്നവരെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞത്. യാ അബൂബക്കർ, അബൂബക്കറേ, ഇന്നലക അലയ്യ യദൻ, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചവരാണ് അബൂബക്കറേ. എന്നെ സഹായിച്ചവർക്കൊക്കെ ഞാൻ തിരിച്ചു സഹായം ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങോട്ട് തന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ സഹായിച്ചവരെ ഞാൻ തിരിച്ചു സഹായിച്ചിട്ടുണ്ട്. ഇല്ലാ യദക്, അബൂബക്കറേ, നിങ്ങൾ തന്നതിന് പകരം തരാൻ എന്നെ കൊണ്ട് സാധ്യമായിട്ടില്ല. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ എന്റെ കൂടെ ജീവൻ പോലും അപായപ്പെടുത്തി കൂടെ നിന്നത്, എന്റെ കൂടെ ഗാറ് സൗറിൽ നിന്നത്, നിങ്ങളുടെ പൊന്നുമോൾ എനിക്ക് കല്യാണം കഴിച്ചു തന്നത്, എന്റെ കൂടെ ഗസ്വകളിൽ ഇറങ്ങിയത്, നിങ്ങളുടെ കച്ചവടം മുഴുവനും ദീനിന് കൊടുത്തത്, ലാ യുകാഫിഉക അലൈഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖ് എന്നവരെ, ഇതിന് പകരം അല്ലാഹുവിനെ നിങ്ങൾക്ക് തരാൻ കഴിയൂ, എനിക്ക് തരാൻ കഴിയില്ല. തആല യാ ഉമർ, ഉമറേ ഇങ്ങോട്ട് വരൂ. ഖദ് കുൻത ശദീദൻ അലൈനാ യാ ഉമർ, ഉമറേ നിങ്ങൾക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമുള്ള ഒരു കാലമുണ്ടായിരുന്നുവല്ലോ. നിങ്ങൾ അന്ന് എന്നെ കൊല്ലാൻ പുറപ്പെട്ടതായിരുന്നില്ല ഉമറേ. ഫമന്നല്ലാഹു അലൈക ബിൽ ഹിദായ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നുവല്ലോ ഉമറേ. നമ്മളിപ്പോൾ മുഹിബ്ബീങ്ങളാണ്, പരസ്പരം സ്നേഹിക്കുന്നവരാണ്. സിദ്ദീഖേ വരിൻ, ഉമറേ വരിൻ. രണ്ടുപേരെയും അരികത്തേക്ക് വിളിച്ച് തോളിൽ കൈവച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞ വാക്കുകളുണ്ട്. ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, ഇങ്ങനെ നമ്മൾ 3 പേരും സ്വർഗ്ഗത്തിൽ പോകും. വലതു ഭാഗത്ത് സിദ്ദീഖ് എന്നവരെ, ഇടതു ഭാഗത്ത് ഉമർ എന്നവരെ തോളിൽ കൈവച്ചുകൊണ്ട് മുത്ത് റസൂൽ പറഞ്ഞു, ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ 3 പേരും ഇങ്ങനെയാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. ആ വാക്കാണ് പരിശുദ്ധ റൗദയിൽ കാണാൻ കഴിയുന്നത്. പരിശുദ്ധ റൗദയിൽ ഹബീബിന്റെ കൂടെ ആരാ കിടക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൊട്ടുപുറത്ത് ആരാ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്നവരത് ചോദിച്ചു വാങ്ങി. ആ ദൃശ്യലോകത്തേക്ക് ഞാൻ ചെന്നാൽ എന്റെ അരികത്ത് കിടക്കുന്നത് ഹബീബാവണം, സിദ്ദീഖ് എന്നവരാകണം. സിദ്ദീഖ് എന്നവരുടെ അരികത്ത് കിടക്കാൻ, ഹബീബിന്റെ അരികത്ത് റൗദയിൽ കിടക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മരണമാസന്നമായപ്പോ, ശത്രു കുത്തിയല്ലോ വയറ്റിന്, ആ അസുഖമായി കിടക്കുമ്പോ, യാ അബ്ദുല്ലാഹ്, മോനെ നിങ്ങൾ ചെല്ലണം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കത്തേക്ക് ചെന്ന് ചോദിക്കണം. യസ്തഇദിനുകി ഉമർ, ഉമർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. അമീർ മുഅ്മിനീൻ എന്ന് പറയരുത്, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ അമീർ അല്ലല്ലോ. ഉമർ ചോദിക്കുന്നുണ്ട്,
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാപ്പയുടെ കൂടെ നിങ്ങളുടെ മുത്ത് ഹബീബായ നിങ്ങളുടെ ഭർത്താവും ഞങ്ങളുടെ റസൂലുമായ ഹബീബിന്റെ കൂടെ കിടക്കാൻ ഒരിടം തരുമോ? ഒന്ന് ചോദിക്കണം. ഏറ്റവും വലിയ ഈസാർ, ലോകം കണ്ട ഏറ്റവും വലിയ സാക്രിഫൈസ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഈ ത്യാഗമാണ്. ആയിഷ ബീവി പറഞ്ഞു, എന്റെ വാപ്പയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ ഞാനൊന്ന് കൊതിച്ചതാണ്. ഇവിടെ വേറൊരാൾക്ക് കിടക്കാൻ രണ്ടാൾക്കിനി സ്ഥലമില്ല, ഒരാൾക്കേ ഉള്ളൂ. അത് എനിക്ക് വേണമെന്ന് ഞാൻ കൊതിച്ചതായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കി കൊടുക്കാം, മറന്നവർക്ക് കൊടുക്കാം. തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തുമായി ചൊല്ലുമ്പോൾ ആയിഷ ബീവിയോട് ചോദിക്കണം, ഉമർ കാത്തിരിപ്പുണ്ട്, ഉമർ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട്, വന്നോട്ടെ. ആയിഷ ബീവി സമ്മതിച്ചാൽ എന്നെ അവിടെ കടത്തിയേക്കണം. ആയിഷ ബീവി വേണ്ട എന്ന് പറഞ്ഞാൽ എന്നെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ കൊണ്ടുപോയാൽ മതി. കാണിക്കുന്ന അദബ് നോക്കണം. എന്തിനാണ് ഇതൊക്കെ? ഹബീബിന്റെ അരികത്ത് പോയി കിടക്കാൻ, അഷ്റഫുൽ ഖൽഖിന്റെ അരികത്ത് പോയി കിടക്കാൻ. ഖൈറുൽ ബിഖാ, അല്ലാഹുവിന്റെ ഭൂമി കണ്ട മണ്ണിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ്. തുർബത്തുൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശരീരം കൂട്ടിപ്പിടിക്കാൻ ഭാഗ്യമുണ്ടായ റൗളയുടെ മണ്ണല്ലയോ ഏറ്റവും നല്ല മണ്ണ്? എന്തുകൊണ്ട്? ഏതൊരു മനുഷ്യനും മരിക്കുന്നത് എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടെയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അല്ലാഹുവിന്റെ ഈ വചനത്തിൽ വലിയൊരു അത്ഭുതം കൂടെയുണ്ട്. ഖുർആനിന്റെ ഒരു ഇഅ്ജാസ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം. മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്നാണല്ലോ നിങ്ങളെ പടച്ചത്. ഫീഹാ നുഈദുകും, മണ്ണിലേക്ക് നിങ്ങളെ തിരിച്ചടക്കും ഞങ്ങൾ. അല്ലാഹു തിരിച്ചടക്കുന്ന മണ്ണിലേക്ക്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കലൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് പുനർജന്മം ഞാൻ നൽകും. ആ മണ്ണിൽ നിന്ന് ഉലമാ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഏതൊരു മനുഷ്യൻ എവിടെയാണോ മറവ് ചെയ്യപ്പെടുന്നത്, ആ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെ മണ്ണിൽ നിന്നാണ് ആ മനുഷ്യന്റെ ജന്മത്തിനാവശ്യമായ മണ്ണിന്റെ ധാതു എടുക്കപ്പെട്ടത് എന്ന്. എവിടെ മറവ് ചെയ്യപ്പെടുന്നുവോ അതിനർത്ഥം ആ മനുഷ്യനെ ഉണ്ടാക്കാനുള്ള, ആ മനുഷ്യന്റെ നിർമ്മിതിക്ക് ആവശ്യമായ മണ്ണിന്റെ അംശം ഭൂമിയിലെ ആ ഭാഗത്ത് നിന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് അവിടേക്ക് തിരിച്ചു പോകുന്നത്. ഇനി ഇതിലെ ഒരു അത്ഭുതം കിടക്കുന്നത്, അല്ലാഹു തആല ബർസഖിലേക്ക്, അദൃശ്യമായ ലോകത്തേക്ക് നമ്മളെ മടക്കി വിടുന്ന ഒരു വിഷയം പറഞ്ഞപ്പോ, ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മനുഷ്യൻ ചന്ദ്രനിൽ പോയാലും മരിക്കാൻ ഭൂമിയിലേക്ക് വരേണ്ടി വരും. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോയാലും മരിക്കാൻ ഭൂമിയിലേക്ക് വരണം. മനുഷ്യൻ സ്പേസിൽ എവിടെയൊക്കെ യാത്ര ചെയ്താലും മരണം ഭൂമിയിലാണ് നടക്കുക എന്ന വലിയൊരു അത്ഭുതം ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. വലിയ വലിയ ബഹിരാകാശ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭൂമിയിലേക്ക് കാലുകുത്തുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഏതെങ്കിലും സയന്റിസ്റ്റ് ഭൂമിയുടെ പുറത്തു പോയി മയ്യത്ത് കിട്ടാതായിട്ടുണ്ടോ? ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. എവിടെ പോയാലും ഭൂമിയിലേക്ക് വരണം. ഇവിടെയാണ് നിങ്ങളുടെ ജന്മം നടന്നത്. സ്പേസിലൊന്നുമല്ല നിങ്ങളുടെ ഖബർ കുഴിക്കപ്പെടുന്നത് ഭൂമിയിലാണ്. മനുഷ്യന്റെ മരണം നടക്കുന്നത് ഭൂമിയിലായിരിക്കുമെന്ന അല്ലാഹുവിന്റെ ആയത്തിന്റെ ഉള്ളിൽ ഒരു സൂചനയുണ്ട്. വഫീഹാ നുഈദുകും, നിങ്ങളെ നാം മടക്കി കൊണ്ടുവരും. ചൊവ്വയിൽ പോയാലും നിങ്ങൾ സാറ്റേണിൽ പോയാലും ജൂപ്പിറ്ററിൽ പോയാലും മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബും അവിടുത്തെ അസ്ഹാബും കിടക്കുന്ന മണ്ണ്, അവിടെ കിടക്കുമ്പോൾ അതിന്റെ അടയാളം ആ മണ്ണിൽ നിന്നായിരുന്നുവല്ലോ അവരെ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ കിടക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം പ്രകടിപ്പിച്ചത് അൽ ജാറുസ് സ്വാലിഹ്, നല്ല അയൽവാസി അരികത്ത് കിടന്നാൽ അതുകൊണ്ട് പരലോകത്ത് ഉപകാരമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബല്ലേ അരികത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഹുനസ്സലാമു അലാ റസൂലില്ലാഹ്, ഒരു ദ്വാരം കാണുന്നുണ്ട് റൗദയിൽ. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയേണ്ടത്. അല്ലാഹുവോട് ചെന്ന് ഒരുപാട് സലാം പറയാനുള്ള ഭാഗ്യം തരട്ടെ. അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ദുര്യോഗം നമ്മൾ ആർക്കും വരാതിരിക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തിലേക്കൊക്കെ ഫ്ലാഷ് ചെയ്യുന്നവരുണ്ട്. വലിയ അപകടമല്ലേ അത്. ഹുനസ്സലാമു അലാ അബീ ബക്കർ, ഇവിടെയാണ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത്. ഹുനസ്സലാമു അലാ ഉമർ ബിനുൽ ഖത്താബ്, ഇവിടെയാണ് ഉമർ എന്നവരോട് സലാം പറയേണ്ടത്. ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നബി പറഞ്ഞ വാക്കുകൾ എത്ര മനോഹരമാണ്. ഹബീബ് അവിടുത്തെ ഹുജ്റയിൽ കിടക്കുന്നു.
എഴുന്നേറ്റ് വരാൻ ആഗ്രഹമുണ്ട്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് കൈതാങ്ങാൻ പറഞ്ഞപ്പോഴേക്കും ഹബീബ് വീഴുകയാണ്. മരണത്തിലേക്ക് അടുക്കുന്ന, ലോകത്തോട് യാത്ര പറയുന്ന അസുഖമായി നബി തങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഫാത്തിമ ബീവിയെ വിളിച്ചിട്ടുണ്ട്. ബീവിയോട് സ്വകാര്യം പറഞ്ഞു. നമുക്കറിയാം, ബീവി കരഞ്ഞിട്ടുണ്ട് ആദ്യം, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു അത്ഭുതം. ചിരിച്ചതെന്താണ്, കരഞ്ഞതെന്തിനാണ്? മോളെ, അങ്ങയുടെ നിങ്ങളുടെ ഉപ്പയുടെ അവസാനത്തെ ദിവസമാണിതെന്ന് പറഞ്ഞപ്പോ കരയുകയും, മോളെ ഉപ്പ മരിച്ചാൽ ആദ്യം വാപ്പയുടെ കൂടെ വരുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുകയും ചെയ്ത ബുദ്ധിയുള്ള മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പേടിക്കൂലേ? മോളെ, വാപ്പ മരിച്ച മോളാണ് കേട്ടോ ആദ്യം മരിക്കണത് എന്ന് പറഞ്ഞാൽ പെണ്ണ് പേടിക്കും. ഫാത്തിമ ബീവി പേടിച്ചില്ല. എന്തേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത്. ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, നാളെയല്ലോ ഹബീബിനെ കാണാൻ പോകുന്നത്, നാളെയല്ലോ ഹബീബിന്റെ സ്വഹാബിനെ കാണാൻ പോകുന്നത്. എന്തിനാ പേടിക്കുന്നത്? റൗദയിൽ മരിക്കുന്നവർക്ക് എന്തൊരു ഭാഗ്യം, ഹറമിൽ മരിക്കുന്നവരുടെ ഭാഗ്യം എത്രയാണ്, മിനയിലും മത്താഫിലും കടന്ന് മരിച്ചവരുടെ ഭാഗ്യം എത്രയാണ്. എന്താണ് ആ ഭാഗ്യം? ഹിസാബില്ലാതെ ഖബറിൽ ചോദ്യമില്ലെന്നും ഖബറിൽ അദാബ് ഉണ്ടാവുകയില്ലെന്നും പരിശുദ്ധ ഹബീബിന്റെ നാവ് കൊണ്ട് ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹറമേനിൽ മരിക്കുന്നവർക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് മോചനമുണ്ട്. വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളോടൊന്ന് യാത്ര ചോദിക്കാനിരിക്കുന്നു. അവിടുത്തെ കൊച്ചു കിളിവാതിലുണ്ട്, ജനലുണ്ട്. ജനലിന്റെ കർട്ടൻ ഇങ്ങനെ നബി തങ്ങൾ നീക്കി നോക്കുന്നു. സുബ്ഹി നേരം, അന്ന് തിങ്കളാഴ്ച ദിവസമാണ്, റബീഉൽ അവൽ 12 ഹബീബ് ലോകത്തേക്ക് ജനിച്ചു വന്ന ദിവസത്തിന്റെ അതേ ദിവസം, അതും തിങ്കളാഴ്ച പ്രഭാത സമയമായി. സുബ്ഹി നിസ്കരിക്കാൻ വന്ന സ്വഹാബികളെ നോക്കി അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു. ഒരു പുഞ്ചിരി, എന്തെന്നില്ലാത്തൊരു പുഞ്ചിരി. ആ പുഞ്ചിരിയിൽ ഉണ്ട്. സ്വഹാബത്ത് വിചാരിച്ചു നബി ചിരിച്ചുവല്ലോ, നബി വരും, നമ്മെ കാണാൻ വരും, മെഹ്റാബിലേക്ക് നബി വരും, സുബ്ഹിക്ക് ഇമാമ നിൽക്കാൻ നബി വരുമെന്ന് അവർ കൊതിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഹബീബിനെ കൊണ്ടുപോവുകയാണ്. അവര് വിചാരിച്ചതല്ല നടക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ കരം കൊണ്ട് ആ ഒരു തുണി ഇങ്ങനെ നീക്കിക്കഴിഞ്ഞു. സ്വഹാബത്ത് പ്രതീക്ഷിച്ചിരുന്നു. ചിലരൊക്കെ തേങ്ങുന്നുണ്ട്, ചില പൊട്ടിക്കരച്ചിലുകൾ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വരില്ലേ, ഹബീബ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരില്ലേ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറയുന്നുണ്ട്, അസ്സലാ 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 വമാ മലകത് ഐമാനുകും. നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. അല്ലാഹു ആരുടെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ എന്ന അവസാനത്തെ ഉപദേശം ഉമ്മത്തിന് നൽകുകയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം തരയണമേ. ബർസഖിലേക്കുള്ള യാത്രയിലേക്ക് പ്രവേശിക്കുകയാണ് റസൂലുള്ളാഹ്. അദൃശ്യ ലോകത്തിന്റെ മഹാത്ഭുതങ്ങളെല്ലാം പറഞ്ഞു തന്ന നബി. നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലണേ എന്ന് പറഞ്ഞപ്പോ എന്റെ മരണശേഷവും നബിയെ അവ തസ്മഉ, അങ്ങേക്ക് കേൾക്കാൻ കഴിയോ? അങ്ങ് മരിച്ചുപോയാൽ ബല, ഞാൻ കേൾക്കുമല്ലോ. എന്റെ റൂഹ് അല്ലാഹുവിനെ എന്റെ ശരീരത്തോട് ബന്ധിപ്പിക്കുകയും നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് എത്തിച്ചു തരികയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്യും. മലാഖമാർ എനിക്ക് എത്തിച്ചു തരും. അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. ശുഹദാഇന്റേത് തിന്നില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഔലിയാഇന്റേത് അല്ലാഹു തിന്നില്ലെന്ന് പഠിപ്പിച്ചുവല്ലോ. അമ്പിയാക്കളെ, ഔലിയാഇനെ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ മണ്ണ് കൊണ്ട് തൊടാൻ സമ്മതിക്കാതെ അല്ലാഹു ആദരവ് കൊടുക്കുന്നുണ്ട്. വകദാലികൽ അംബിയാ, അംബിയാഇന്റെ ശരീരം എങ്ങനെയാണോ അവർ വഫാത്തായത് അതുപോലെ ഖിയാമത്ത് നാൾ വരെ കിടക്കും. ഒരു പോറലും ഒരു കോട്ടവും സംഭവിക്കില്ല. നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലയ്യ, അതെനിക്ക് കാണിക്കപ്പെടുന്നുണ്ടെന്ന് റസൂലുള്ളാഹ് പോകുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഇബ്യവത്തൽ മദീന വതനവറത്, മദീനക്ക് അന്ന് വെളിച്ചമായിരുന്നു, മദീനക്കന്ന് വെളുത്ത നിറമായിരുന്നു, മദീനയുടെ രാവുകൾ പോലും വെളിച്ചമായിരുന്നു എന്നാണോ ഹബീബ് മദീനയിലേക്ക് കടന്നു വന്നത് ആ ദിവസം. ഹിജ്റ തുടങ്ങുന്നത് അവിടെയാണ്.
പുതുവർഷാരംഭമായ മുഹറത്തിന്റെ തുടക്കം സംഭവം റബീഉൽ അവ്വലിൽ നബി തങ്ങൾ ചെയ്ത ആ ഹിജ്റയാണ്. ആ ദിവസം മദീന വെളുത്തിരുന്നു, മദീനത്തെ രാവിന്റെ വെളിച്ചമായിരുന്നു. എന്നാൽ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയ ദിവസം മദീന, മദീനയുടെ പകലിന് പോലും ഇരുട്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു. അതാണ് ലോകത്ത് നടക്കാൻ പോകുന്നത്. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നാലും, എന്ത് പ്രയാസം നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ഓർക്കണേ, എന്റെ മുസീബത്ത്, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞാൽ എന്റെ വഫാത്തിലൂടെ നിങ്ങൾക്കുണ്ടായ നഷ്ടം ആ നഷ്ടത്തോളമൊന്നുമല്ലല്ലോ നിങ്ങളുടെ കുഞ്ഞു മരിച്ചത്, അതോളമല്ലല്ലോ നിങ്ങൾക്ക് അസുഖം ബാധിച്ചത്. എന്റെ വഫാത്തിലൂടെ സംഭവിച്ച നഷ്ടം അതോർത്താൽ ദുനിയാവിലെ ഒരു നഷ്ടവും നിങ്ങൾക്ക് നഷ്ടമല്ലല്ലോ. ആ നഷ്ടം ലോകത്ത് നടക്കാൻ പോകുന്നത് സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞ ആ ഒരു യാത്രയപ്പ് എന്തൊരു രാജകീയം, എന്തൊരു മനോഹരം. അല്ലാഹുമ്മ റഫീഖൽ അഅലാ. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് കണ്ടപ്പോ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആയിഷ ബീബി ചോദിച്ചു, നബിയേ മിസ്വാക്ക് വേണോ? വേണമെന്ന് നബി തങ്ങൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ആ മിസ്വാക്ക് സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വാങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അറാഖിന്റെ കഷ്ണം അവിടുത്തെ പരിശുദ്ധമായ വായയിലിട്ട് ഒന്ന് കടിച്ച് ഒരൽപ്പം മയപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് കൊടുത്ത് ഹബീബിന് പല്ല് തേച്ചു കൊടുത്തു. ആയിഷ ബീവി അഭിമാനത്തോടെ പറയാറുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, എന്റെ റസൂൽ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ എന്റെ ഉമിനീരാണ് അവസാനം നബി തങ്ങളുടെ വായിലേക്ക് കടന്നത്. എന്റെ ഉമിനീര് തട്ടിയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. ആ മിസ്വാക്കും കഴിഞ്ഞ് അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുവേ റഫീഖുൽ അഅലയിലേക്ക് ഉയർത്തണേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് ലോകത്തോട് യാത്ര പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല.